ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് കറിയൊന്നും തന്നെ ഇല്ലാതെ കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഉപ്പുമാവാണ് കേട്ടോ. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 8ഓളം ബീൻസ് ചെറുതായി അരിഞ്ഞതും, ക്യാരറ്റ് ഒരു വലുത്, ഒരു സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒഴികെ ബാക്കിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പോളം തന്നെ ചെറുപയർ ഒരു വിസിലടിച്ച് ചെറുതായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പോളം റവ ഇട്ടിട്ടുണ്ട്. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ് കേട്ടോ. ഇതൊന്ന് വറുത്തെടുക്കണം. നല്ല രുചിയാണ്. നമുക്കിതിന് ഇതിൻ്റെ കൂടെ കൂട്ടാൻ പഴമോ കറികളോ ഒന്നും വേണ്ട. ഇത് നമ്മൾ സൺഡേ സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനിതാ റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വറുത്തെടുക്കുന്ന ഒരു പരുവം. മിക്കവാറും ഞാൻ സൺഡേ ആണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും ഞാൻ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ചൂടായി കിടക്കുന്ന ഈ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണയാണ് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 സ്പൂണോളം കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റും ബീൻസും സവാളയും കറിവേപ്പിലയും എല്ലാം കൂടെ. അപ്പോൾ പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എരിവ് ഇങ്ങനെ കൂടി നിൽക്കണം. അതാണ് ഉപ്പുമാവിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ ഇതിൽ കിടന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇതിനെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ മതി ഇതിൻ്റെ രുചി അറിയണമെന്നുണ്ടെങ്കിൽ. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ച് രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂൺ ഉപ്പാണ്. ഇത് ഈ ഒരു വെജിറ്റബിൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. എല്ലാത്തിലും ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇളക്കി കൊടുക്കണം, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഈ വെജിറ്റബിളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ ഇതൊന്നിങ്ങനെ വെന്ത് വരും. അപ്പോൾ അതാ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതേ ഉള്ളൂ. ഇതിൻ്റെ എണ്ണയാണ് കേട്ടോ ഈ തിളയ്ക്കുന്നത്, വെള്ളമല്ല എണ്ണയാണ്. ഇതിപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്. നമ്മൾ എണ്ണ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്, അതാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ എനിക്കത് കറക്റ്റായി കിട്ടാറുണ്ട്. നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഉപ്പ് ഇതിൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1/2 സ്പൂണോളം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം, ഉപ്പ് കറക്റ്റാണോ എന്നുള്ളത്. ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ട് വെട്ടി തിളച്ച് വരണം. പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും. തിളച്ചാലും കുറച്ച് നേരം കൂടെ ഒന്ന് വെക്കണം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ചെറുപയർ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വേവിച്ചെടുത്തപ്പോൾ 1 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഒത്തിരി വേവിക്കരുത്, ഒറ്റ വിസിൽ പോയാൽ മതി. അപ്പോൾ ഉടയാത്ത രീതിയിൽ അതിൽ കിടക്കണം. ഇനി ഇതിലേക്ക് തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം റവ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ വേവിച്ച് വെച്ച ചെറുപയറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഈ റവയും ഈ വെള്ളവുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമുക്കിതിൽ ഒരുപാട് ഇങ്ങനെ ഇപ്പം തന്നെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഈ ഒരു രീതിയിൽ എല്ലായിടത്തും ഇങ്ങനെ മിക്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ റവ പെട്ടെന്ന് തന്നെ വെള്ളം ഇങ്ങനെ വലിക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാവൂ കേട്ടോ. വെട്ടി തിളയ്ക്കുമ്പോൾ ഞാൻ റവ ഇടാറില്ല, കാരണം അതിങ്ങനെ കട്ടയായിട്ട് നിൽക്കും.
അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമാണ് യോജിപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഒത്തിരി വെജിറ്റബിൾസും പൾസസൊക്കെ ചേർത്തിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ മിക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം. അപ്പോൾ അതാ അടച്ച് വെച്ച് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുത്താൽ മനസ്സിലാവും ഇതിൻ്റെ രുചി എത്രമാത്രം ഉണ്ടെന്നുള്ളത്. നമ്മൾ കേസരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക കേട്ടോ. ഇപ്പോൾ റവ ഇട്ട മുതൽ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റവയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്ക് വേറൊരു തവി വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മുടെ ഉപ്പുമാവ് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് റവയൊക്കെ വെന്ത് വന്നിട്ടുണ്ടെന്നുള്ളത്. കറക്റ്റ് അളവാണ് കേട്ടോ, 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് വെന്ത് വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. ഇത്രയേ ഉള്ളൂ പണി, കൂടുതൽ പണിയൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റാണ്. ചെറുപയറില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ രുചികരമായിട്ടുള്ള ഉപ്പുമാവ് റെഡി.